വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഇവിടെ കുറച്ച് ചെടിച്ചട്ടിയൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് അതൊക്കെ ഒന്ന് വൃത്തിയാക്കി പുതിയ ചെടി നടാം. അതിലുള്ള ചെടിയെല്ലാം പോയി 2-3 എണ്ണമൊക്കെ ഉള്ളൂ. അത് പറിച്ചിട്ട് നമുക്ക് അവിടെ നട്ടിട്ട് ചെടിച്ചട്ടിയിൽ നല്ല ചെടികൾ നടാം. അപ്പോൾ ഗൈസ്, ഇന്ന് അതാണ് പരിപാടി. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഗൈസ്. അപ്പോൾ നമുക്ക് ഇനി ആ പരിപാടിയിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ്, നമുക്കിതാ ഇതാണ് കേട്ടോ ചട്ടി. ഇതുണ്ട്, ഇത് കുറച്ചെണ്ണം ഉണ്ട്. ഇതിലൊക്കെ ഈ ചെടിയൊക്കെ നമുക്ക് പറിച്ചിട്ട് അവിടെ കുറച്ച് സ്പേസ് ഉണ്ട്, അവിടെ നടണം. ഓക്കെ, ഇനിയിപ്പോൾ ഞാനിത് ചെയ്യുമ്പോൾ അവൻ്റെ കയ്യിൽ ക്യാമറ കൊടുക്കാം. ഗൈസ്, ഇങ്ങനെയാണുള്ളത്. നോക്കിയതൊക്കെ ഇനി ഈ മണ്ണെല്ലാം ആ ചാക്കിലേക്ക് തട്ടിയിടണം. ഓക്കെ, ഇനിയിപ്പോൾ എൻ്റെ വീഡിയോ ഇവനാണ് ഇനിയിപ്പോൾ എടുക്കുന്നത്. എൻ്റെ അനിയനാണ്. എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിച്ചേക്കണം കേട്ടോ ഗൈസ്. നമുക്ക് ഈ ചട്ടിയിലുള്ള ഈ മണ്ണിങ്ങനെ ഇവിടെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ തട്ടിയിടാം. എന്നിട്ട് ഈ ചട്ടി കഴുകണം ഗൈസ്. ഇങ്ങനെ ആക്കി വെച്ചേക്കാം ഗൈസ്. എനിക്കൊന്നും കാണുന്നില്ല. മാറ്റി വെക്കാം ഗൈസ്, ചട്ടി അങ്ങോട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇതുണ്ടോ, ഇതേപോലെ തട്ടിയിടാം. ഒക്കെ പാമ്പ് വെച്ചിട്ടുണ്ട്. എല്ലാ ചട്ടിയും നമ്മൾ ഇതിലേക്ക് ഇടണം കേട്ടോ ഗൈസ്. ഇതെല്ലാം ഇടണം ഗൈസ്. അപ്പം ഈ ചട്ടിയിലുള്ളതെല്ലാം നമ്മൾ അങ്ങോട്ട് ഇടണം. ഇത് എടുത്തിട്ട് നമ്മൾ ചെടിയുണ്ട് ഗൈസ്, അത് നമുക്ക് ജസ്റ്റ് ഒന്ന് പറിച്ചു മാറ്റാം. ഇത് നമുക്ക് അവിടെ കൊണ്ട് നടണം. ഉണ്ടോ, ഒരു തൈ കിട്ടി. നമുക്ക് ഈ താഴത്തേക്ക് തൈ ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കാം. എന്താടാ ഈ ചെടി നടുവാ? ആ, എന്നെ കിട്ടുന്നുണ്ടോടാ? എനിക്ക് വേറെ അതൊന്നും കാണുന്നില്ല. ഇവിടെ നിന്നിട്ട് എടുത്തോ. അവനാണ് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ മിസ്റ്റേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കണം ഗൈസ്. അതൊക്കെ ജസ്റ്റ് ഒന്ന് തട്ടിയിട്ടുണ്ട്. ഇത് ഇച്ചിരി വലിയ ചെടിയാണ് ഗൈസ്. ഇത് എന്താ ഗ്രീൻ കളർ ഒരു ചെടിയാണ്. ഇതൊന്ന് ഇതുണ്ട്, നല്ലൊരു ചെടിയാണ്. അപ്പോൾ അവന് പണിയെടുക്കും, അവരുടെ കൊണ്ട തരും എനിക്ക്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഈ ചെടി ഒന്ന് പറിച്ചു വെക്കാം കേട്ടോ ഗൈസ്. നമുക്ക് അവൻ്റെ തന്നെ ക്യാമറ കൊടുക്കാം. അപ്പോൾ അതിൽ ചെടിക്കട്ട അടിക്കുന്നത് നിനക്കട്ട. അതിൻ്റെ അകത്തുണ്ടായിരുന്ന കൈകളെല്ലാം പറിച്ചറിഞ്ഞിട്ട് ഇതിങ്ങനെ പറിച്ചാൽ എടുത്തിട്ടുണ്ട്. വേറെ കേട്ടോ ഗൈസ് നിറച്ചു. ഞാൻ കഴിഞ്ഞ് കുറച്ചുകൂടെ ഒന്ന് നട്ടേ, പിന്നെ നനച്ചു കൊടുക്കാറൊക്കെ ഉണ്ട്. പിന്നെ ഇത് വേറെ ചെടി തൈ ഞാനവിടെ നട്ടു പിടിച്ചപ്പോൾ അത് നടാൻ വെച്ചു. അതും ഇങ്ങോട്ടാക്കി ചട്ടിയൊക്കെ കൊടുക്കുക. അടുത്ത് തട്ടി എടുത്തോണ്ട് വരിക. ഒക്കെ ജസ്റ്റ് ഒരു ഞാൻ തന്നെ പഠിച്ചു വരേണ്ടി വരും ഗൈസ്. അത് ഇനിയിപ്പോൾ ഇതുണ്ടോ, ഇതൊക്കെ തട്ടിയിട്ട് ഇത്രയും ചട്ടിയിലുള്ള മണ്ണ് ഞാനിപ്പോൾ അങ്ങോട്ട് തട്ടി. ഇനിയിപ്പോൾ ഇതൊക്കെ അതിലേക്ക് തട്ടിയിട്ടിട്ട് കുറച്ച് പണിയുണ്ട് ഗൈസ്. അപ്പോൾ എല്ലാവരും നിങ്ങൾ തന്നെ കണ്ടു നോക്ക്. ഓക്കെ, പിന്നെ കുറച്ച് അകത്തി പിടിക്കട്ടോ. എങ്ങനെയാ അങ്ങനെയല്ല, നിനക്കിപ്പോൾ അതിൽ കാണുന്നുണ്ടോ അല്ലേ? എല്ലാം കാണുന്നുണ്ട്. ചേട്ടാ നീ വേളത്ത് പോകുമ്പോൾ ഇതൊരു ചെടിയാണ്. ഇത് നമ്മൾ ഇങ്ങനെ പറിച്ചെടുത്തിട്ടുണ്ട് ഗൈസ്. അതുകൂടെ വെക്കുക ഗൈസ്. ഓക്കെ, ഞാൻ ചട്ടി എല്ലാം കഴുകണം ഗൈസ്. ഇനിയിപ്പോൾ ഇതാണ് ഒരു അത്യാവശ്യം നല്ല ചട്ടിയാണ്. അതിലുള്ള അത് ഇങ്ങോട്ട് ഇത് നമ്മളിങ്ങോട്ട് തട്ടിയിട്ടുണ്ട് ഗൈസ്. കത്തിൻ്റെ ഇത് വെച്ചിട്ട് 2 തട്ട് കൊടുക്കുക. അത് വരുന്നില്ല. അത് വെച്ച് 2 തട്ടി വെച്ച് കുറച്ച് മണ്ണുണ്ട് ഗൈസ്. അത് വരുന്നില്ല, തട്ടിയെടുക്കും. അപ്പോൾ ഗൈസ്, ഞാൻ എല്ലാ മണ്ണും തട്ടിയെടുത്തിട്ട് നിങ്ങളെ ഇനി
എല്ലാം ഒന്നും തട്ടിയെടുക്കട്ടെ ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ ഇനി ഇതിപ്പോൾ എല്ലാം ഞാനിപ്പോൾ ഈ ചട്ടിയിലുള്ള എല്ലാം ഞാൻ ഇതിലേക്ക് ഇട്ട് ഇനിയിപ്പോൾ ഈ തൂമ്പ വെച്ചിട്ട് ഞാൻ ഇതും വെച്ചിട്ട് ഞാൻ ഇതെല്ലാം ഒന്ന് പരത്തിയെടുക്കട്ടെ. എന്നിട്ട് ഗൈസ് അപ്പോൾ ഞാൻ ആ ചട്ടിയിലുള്ള മണ്ണെല്ലാം ഇപ്പോൾ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് ഇതൊക്കെ ഒന്ന് പരത്തിയെടുക്കണം. നമുക്കൊന്ന് പരത്തിയെടുക്കാം ഗൈസ്. ആ ചട്ടീൻ്റെ പാടോടുകൂടിയാണ് വന്നിട്ട് കുറേ കട്ടിയായിട്ട് എടുക്കുക. അപ്പോൾ ഗൈസ് അത് നമുക്കൊന്ന് ശരിയാക്കി എടുക്കാം കേട്ടോ ഗൈസ്. അപ്പോൾ ശരിയാക്കി കഴിഞ്ഞിട്ട് കാണാം. ഞാനത് ആ തൂമ്പയും വെച്ചിട്ട് പരത്തി നല്ല ഇതാക്കി കൊടുത്തു. അപ്പോൾ ഇതുണ്ട് ഇതേപോലത്തെ കട്ടകളില്ലേ അതപ്പോൾ അവനങ്ങ് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന് നമുക്ക് പൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടോ അവിടെ ഇതൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് ഇതിലൊന്ന് കുറച്ച് വെള്ളം തളിക്കണം. വെള്ളം ഒന്ന് പൈപ്പെടുത്ത് ജസ്റ്റ് ഒന്ന് തളിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇച്ചിരി ചകിരിച്ചോറും ഇട്ട് ഒന്ന് ഇച്ചിരി ചാണകപ്പൊടി ഇവിടെ ഇല്ല, പക്ഷെ ചാണകത്തിൻ്റെ ഒരു എന്തൊക്കെയാണ് മുരിങ്ങച്ചാപ്പും പച്ചച്ചാണകവും കടലപ്പിണ്ണാക്കൊക്കെ ഇട്ടുണ്ടാക്കിയ ഒരു എല്ലുപൊടിയൊക്കെ ഇട്ടുണ്ടാക്കിയ ഒരു ഇതുണ്ട് വളം. അപ്പം അതും ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കിയെടുത്തിട്ട് നമുക്ക് ഇനി കാണാം കേട്ടോ ഗേസ്. ഇളക്കിയെടുത്തിട്ട് നമുക്ക് സെറ്റാക്കാം. അത് നമുക്ക് ഇനി ഇച്ചിരി നനയ്ക്കാം ഗേസ്. അപ്പോൾ നമ്മളിനി അത് നമ്മൾ നന്നായിട്ട് നനച്ചെടുക്കാൻ പോവാണ്. ജസ്റ്റ് ഒന്ന് നനച്ചെടുക്കാൻ പോകും കേട്ടോ ഗൈസ്. അപ്പോൾ നിങ്ങൾ ഗൈസ് ഇത് ഭയങ്കരമായിട്ട് നമ്മളാ മണ്ണയിലൊക്കെ ഇട്ട് വെച്ചതും നമ്മളത് നനയ്ക്കത്തൊന്നുമില്ല. ആ ചെടി ഉള്ളത് മാത്രമേ നനയ്ക്കാറുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതില്ലാത്തതെല്ലാം ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഉണങ്ങി പിടിച്ചു ഗൈസ്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് നന്നായിട്ട് ക്യാമറ ഉണങ്ങി പിടിച്ചതൊക്കെ നമുക്കൊന്ന് നനച്ച് സെറ്റാക്കാം. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഗൈസ് അത് ഇളക്കി കൊടുത്തു ഇനി നമുക്ക് കുറച്ച് ഒരു ചാണകത്തിൻ്റെ ഒരു വെള്ളം എടുക്കാം ഗൈസ്. അപ്പോൾ ഗൈസ് ഇതാണ് ഞാൻ പറഞ്ഞ ചാണകമുള്ള പിണ്ണാക്കും പച്ചച്ചാണാനും മുരിങ്ങച്ചപ്പും എല്ലാം ഇട്ടാക്കിയതാണ്. അതപ്പോൾ നമുക്ക് ഈ റബ്ബർ ചിരട്ടേൻ്റെ ഒരു 2 അടപ്പ് ഭയങ്കര ഇതായതുകൊണ്ട് നന്നായിട്ട് വെള്ളം കൂട്ടി മിക്സ് ചെയ്തിട്ട് വേണം വയ്ക്കാം, അല്ലെങ്കിൽ ചെടിയെല്ലാം പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പം ഇനി വെള്ളം കൂട്ടി മിക്സ് ചെയ്യാൻ പോകാം ഗൈസ്. നമ്മൾ അത് ഇതിലേക്ക് ഇട്ട് ഇപ്പോൾ വെള്ളം എടുക്കാൻ പോവാം. അപ്പോൾ അവൻ നമുക്ക് വെള്ളം ഒഴിച്ച് തരും. ഗൈസ് ഇതാവൻ വെള്ളം ഒഴിച്ച് തരും. അവൻ വെള്ളം ഒഴിച്ചു. അതാണ് ഗൈസ് കാണിച്ചത്. മതി നമ്മൾ ആ വെള്ളം ഒഴിച്ച് ജസ്റ്റ് ആ ചാണകം വെള്ളം നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുകയാണ് ഗൈസ്. ആ വളം ഇത് ഇങ്ങനെ നന്നായിട്ട് വെള്ളം ഒഴിച്ച് നേർപ്പിച്ചെടുത്തതാണ്. അത് നമ്മൾ ഇതേപോലെ ഇങ്ങനെ ഒഴിച്ചെടുത്തിട്ട് അപ്പോൾ ഇവൻ അതിന് ഇളക്കിയെടുത്തോളും. അവനെ ഇളക്കി നന്നായി സെറ്റാകുന്ന ടൈമിന് നമ്മൾ ഒരു ചകിരി കീറിയെടുക്കാം. ഇത് നമുക്ക് ഈ വെള്ളമൊക്കെ ഒന്ന് വലിയണം. നമുക്കിതിപ്പോൾ ഞാൻ ഈ കുറേ വെള്ളം ഒഴിക്കുന്നില്ലേ, ഇതെല്ലാം ഇനിയിപ്പോൾ വലിഞ്ഞു കിട്ടണം. എന്തായാലും ഇത് ഇത്ര എടുത്തില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഇച്ചിരി നമുക്ക് ഇതുണ്ടോ ചെടീൻ്റെ വേരയിൽ ഇങ്ങനെ വെറുതെ രസമല്ലേ, അപ്പോൾ ഇച്ചിരി വേരയിൽ ഒഴിച്ചെടുക്കുക. അപ്പോൾ ഇനി ബാക്കി കുറച്ചുണ്ട്. അപ്പോൾ അതത് മതി. അത്യാവശ്യം നന്നായിട്ട് നമ്മൾ ഒഴിച്ച് അവിടെ ഇളക്കിക്കോളാം. അപ്പോൾ അത് അത്യാവശ്യം നന്നായിട്ട് നമ്മൾ ഒഴിച്ചെടുത്തു ഗൈസ്. ബാക്കിയുള്ളത് കൊണ്ട് നമ്മളിപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. ഇവിടെ നമുക്ക് കുറച്ച് ചെടി ഉണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് അതൊന്ന് ചെയ്തെടുക്കാം. ഇത് സീനിയ എന്ന് പറയുന്നൊരു ചെടീൻ്റെ ഇതൊക്കെയാണ്. അപ്പോൾ അതാണ് നമ്മൾ ആ ചട്ടിയിലേക്ക് നടാൻ പോകുന്നത്. നമ്മൾ ഇതുണ്ടോ ഈ വെള്ളം നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതേപോലെ മൊത്തം അങ്ങോട്ട് ഒഴിച്ചാൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ആ പരിപാടി കഴിഞ്ഞ് ചകിരി എടുക്കുമ്പോൾ ചകിരി സെറ്റാക്കാൻ പോകണ്ട.
അത് ഇളക്കിയെടുക്കും. അത് അടിയിലേക്കൊക്കെ ആ വെള്ളം ഇറങ്ങണ്ടേ, അപ്പം അതിനവൻ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ അവൻ ഇളക്കട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അല്ലെങ്കിൽ ഒരു കൈ ചാരപ്പൊടി, നമ്മൾ ഈ അടുപ്പിൽ കത്തിച്ച് കഴിയുമ്പോഴുള്ള ചാരപ്പൊടി അവർ ലേശം വെറുതെ ഒന്നിങ്ങനെ ഇട്ട് കൊടുക്കുക. ഞാനിതിൻ്റെ ഇടയിൽ ചകിരിച്ചോറ് ഇട്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് കുറച്ച് ചകിരി ഇതേപോലെ വെറുതെ ഇങ്ങനെ ഞാൻ ഇത് ഇടന്ന് വിതറിക്കിടാം. ഇതൊക്കെ അവനത് ചെയ്തെടുത്തോളൂ. അവനത് നന്നായിട്ട് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ളൂ അവൻ. അപ്പോൾ അവൻ സ്പ്ലിറ്റ് ചെയ്തിട്ടെ പിന്നെ നമുക്ക് ഈ ചട്ടിയെല്ലാം ഒന്ന് കഴുകി സെറ്റാക്കണം. അത് അവിടെയുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കഴുകി സെറ്റാക്കുമ്പോഴത്തേക്ക് അവൻ അതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് സെറ്റാക്കി എടുക്കും കേട്ടോ. നമ്മളിതാ ഈ ഇത് ചട്ടിയെല്ലാം കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ആ ചട്ടിയിൽ മണ്ണ് നിറയ്ക്കുന്ന വീഡിയോയും ആയിട്ട് നമുക്ക് നാളെ വരാം. അപ്പോൾ ഗൈസ് അതുവരേക്കും എല്ലാവർക്കും ഒരു ബൈ. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ആവശ്യം. പ്ലീസ് ഗൈസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോയിൽ ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയാണ് ഞാനിത് ചെയ്യേണ്ടത്, എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തണമെങ്കിൽ അത് നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക ഗൈസ്. പ്ലീസ് ഗൈസ്. അപ്പോൾ ഇനി ചട്ടി നിറച്ച് ചെടി നടന്ന വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും ഒരു ബൈ.